വെൽക്കം ബാക്ക് ടു വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സ്. ത്രൂ ഔട്ട് കൺസോൾഡേറ്റഡ് മോഡിലായിരുന്നു പോയ വാരം വിപണി. ആഴ്ചയുടെ തുടക്കത്തിൽ ഗ്ലോബൽ അൺസർട്ടനിറ്റി, FII സമീപനം, രൂപയുടെ സമ്മർദ്ദം, ബോണ്ട് ഈൽഡിലെ മൂവ്മെന്റ് എന്നിവ നിക്ഷേപകരെ ജാഗ്രതയിലാക്കി. IT, ബാങ്കിംഗ് ഓഹരികൾ സമ്മർദ്ദം നിലനിന്നപ്പോൾ നിക്ഷേപകർ വെയിറ്റ് ആൻഡ് വാച്ച് നിലപാടാണ് സ്വീകരിച്ചത്. കൂടാതെ ഉയർന്ന വാല്യുവേഷൻ ആശങ്കകളും പ്രോഫിറ്റ് ബുക്കിംഗ് പ്രവണതയും ഇൻഡെക്സുകളുടെ മുന്നേറ്റത്തെ നിയന്ത്രിച്ചു. അതേസമയം ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ വിപണിയുടെ ദിശ മാറ്റി. ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ശക്തമായതോടെ ആഗോള വിപണികളിൽ റിസ്ക് ഓൺ സെന്റിമെന്റാണ് രൂപപ്പെട്ടത്. അതിന്റെ റിഫ്ലക്ഷൻസ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചു. വോളറ്റാലിറ്റിയിൽ നിന്ന് റിക്കവറിയിലേക്കുള്ള പ്രകടനം നടന്ന വാരത്തിൽ നിഫ്റ്റി 50 0.31%, ബാങ്ക് നിഫ്റ്റി 0.5% കൂടുതലും ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. ഇൻഡെക്സുകളിൽ ITയും PSU ബാങ്കും 1% കൂടുതൽ മുന്നേറ്റം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏറ്റവും അധികം വീഴ്ചയിലേക്ക് പോയതും പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാക്ഷ്യം വഹിച്ചതും പ്രൈവറ്റ് ബാങ്ക് സൂചികയായിരുന്നു. ഇടിവ് 1.36%. 1.1% ഇടിവോടെ മീഡിയയും 0.5% കൂടുതൽ ഓട്ടോ, എനർജി ഇൻഡെക്സുകളും നെഗറ്റീവ് നോട്ടിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു സെലിബ്രേറ്റീവ് മോഡിലേക്കാണ് ആഗോള വിപണികൾ കടക്കുന്നത്. അതിനു മുന്നോടിയായി തുടർച്ചയായ ഇടിവിന് ശേഷം ആഴ്ചയുടെ അവസാന 2 ട്രേഡിംഗ് സെഷനുകളിൽ ഒരു റാലിയായിരുന്നു പോയ വാരം അമേരിക്കൻ വിപണികളെ നയിച്ചത്. തുടക്കത്തിൽ അപ്രതീക്ഷിതമായി തൊഴിലില്ലായ്മ നിരക്കുകളിൽ വർധനവ് വന്നതും സർവീസസ് PMI കണക്കുകളിൽ കുറവ് വന്നതും ഒപ്പം AI ബബിൾ ഭീതി ശക്തമായതും ആഴ്ചയുടെ ആദ്യം US സൂചികകളിൽ വിൽപ്പനാ സമ്മർദ്ദമാണ് കാണാൻ കഴിഞ്ഞത്. ഒരു സെലിബ്രേറ്റീവ് മോഡിലേക്കാണ് ആഗോള വിപണികൾ ഇപ്പോൾ കടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി തുടർച്ചയായ ഇടിവിന് ശേഷം ആഴ്ചയുടെ അവസാന 2 ട്രേഡിംഗ് സെഷനുകളിൽ ഒരു റാലിയായിരുന്നു പോയ വാരം അമേരിക്കൻ വിപണികളെ നയിച്ചത്. ഇത് US വിപണികളിലെ ഇടിവിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചു. വീക്കിലി ബേസിസിൽ ഡൗ ജോൺസ് 0.67% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 0.59% നേട്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം S&P 500 ഫ്ലാറ്റിഷ് ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ക്രിസ്മസ് ആഘോഷങ്ങളെ തുടർന്ന് 3 ഫുൾ ട്രേഡിംഗ് ഡേ സെഷനുകൾ മാത്രമുള്ള വാരമാണ് US വിപണികളെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ക്രിസ്മസ് വീക്കിൽ ഡിസംബർ 22-ന് പെൻഡിങ്ങിൽ ആയിരുന്ന ഒക്ടോബറിലെ കോർ PCE ഡാറ്റകളോടായിരിക്കും ആദ്യം വിപണികൾ പ്രതികരിക്കുക. തുടർന്ന് ഡിസംബർ 23-ന് US ഷട്ട്ഡൗണിനെ തുടർന്ന് പ്രസിദ്ധീകരിക്കാതിരുന്ന നിരവധി ഡാറ്റകൾ പബ്ലിഷ് ചെയ്യും. അതിൽ ആദ്യത്തേത് Q3 GDP കണക്കുകളാണ്. 3.8% മുൻപ് പബ്ലിഷ് ചെയ്ത GDP കണക്കുകൾ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങളിലെ ന്യൂ ഹോം സെയിൽസ് ഡാറ്റകളും എത്തുന്നതായിരിക്കും. ഇതോടെ US ഹൗസിംഗ് വിപണിയുടെ കഴിഞ്ഞ 3 മാസങ്ങളിലെ പ്രകടനം നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കൂടാതെ അന്ന് തന്നെ എത്തുന്ന ഒക്ടോബറിലെ കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡാറ്റകളും നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കും. ഒപ്പം നവംബറിലെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റകൾ കൂടി എത്തുന്നതോടെ US നിർമ്മാണ മേഖലയുടെ ചിത്രം കൂടുതൽ വ്യക്തമാകും. ഡിസംബറിലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും 23-ന് തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. 24-ന് ഹാഫ് ഡേ ട്രേഡിംഗ് സെഷൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. 25-ന് അവധി ആയതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് 24-നായിരിക്കും പ്രസിദ്ധീകരിക്കുക. യൂറോപ്പിലേക്ക് വരുമ്പോൾ ECB പലിശ നിരക്കിൽ സ്റ്റാറ്റസ് കോ നിലപാട് തുടരുന്നതും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചതുമായിരുന്നു യൂറോപ്യൻ വിപണികൾക്ക് നിർണായകമായത്. പ്രതിവാരാടിസ്ഥാനത്തിൽ CAC 40 1.03% കുതിച്ചപ്പോൾ പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് FTSE 100-ന്റെ നേട്ടം 2.57% മുന്നേറ്റമാണ് നടത്തിയത്. ഡാക്സ് സൂചിക 0.42% നേട്ടവും നൽകി. ക്രിസ്മസ് ആഘോഷങ്ങളെ തുടർന്ന് ഒരു ലോങ് വീക്കെൻഡിലേക്കാണ് യൂറോപ്യൻ വിപണികളും കടക്കാൻ പോകുന്നത്. 2 ഫുൾ ഡേ ട്രേഡിംഗ് സെഷനുകൾ മാത്രമാണ് അടുത്ത ആഴ്ച പ്രധാന യൂറോപ്യൻ വിപണികൾ ഉണ്ടായിരിക്കുക. ഡിസംബർ 22-ന് വരുന്ന ബ്രിട്ടന്റെ GDP ഡാറ്റകളാണ് അടുത്ത ആഴ്ച യൂറോപ്യൻ വിപണികളെ പ്രധാനമായും സ്വാധീനിക്കുക. 30 വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് കൂട്ടിയതും ചൈനയുടെ എക്കോണമിക് ഡാറ്റകളുമായിരുന്നു പോയ വാരം ഏഷ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിച്ചത്. ഈ ആഴ്ച ഡിസംബർ 21-ന് വന്ന പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ലോൺ പ്രൈം റേറ്റ് തീരുമാനങ്ങളോടായിരിക്കും പ്രധാനമായും ഏഷ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുക. 23-ന് വരുന്ന ബാങ്ക് ഓഫ് ജപ്പാന്റെ മോണിറ്ററി പോളിസി സ്റ്റേറ്റ്മെന്റും എത്തും. ജപ്പാനീസ് എക്കോണമിയെ എങ്ങനെയാണ് ബാങ്ക് ഓഫ് ജപ്പാൻ വിലയിരുത്തുന്നതെന്ന് നമുക്കന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ 25-ന് ജപ്പാന്റെ നവംബറിലെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റയും ഡിസംബറിലെ ടോക്കിയോ CPI ഡാറ്റകളും വിപണി ശ്രദ്ധ ആകർഷിച്ചേക്കാം. ക്രൂഡ് ഓയിലിൽ ഇടിവാണ് പോയ വാരം രേഖപ്പെടുത്തിയത്.
ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 1.43% ഇടിഞ്ഞ് ബാരലിന് 60.03 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 1.47% ഇടിവോടെ ബാരലിന് 56.3 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. ആഗോള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ഓവർ സപ്ലൈ കൺസേൺ കാരണം ക്രൂഡ് വില ഇടിയുന്നതാണ് ഈ വാരം കാണാൻ കഴിഞ്ഞത്. ഒപെക് പ്ലസും നോൺ ഒപെക് രാജ്യങ്ങളും എണ്ണ ഉൽപ്പാദനം പുനരാരംഭിച്ചതും ചൈന അടക്കമുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഡിമാൻഡ് വീക്ക്നെസ് പ്രകടിപ്പിക്കുന്നതും ഡോളർ കരുത്താർജിച്ചതുമാണ് ക്രൂഡ് വിലയിൽ ഇടിയാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് 59.5 എന്ന ലെവലും തുടർന്ന് 58.75 എന്ന ലെവലിലുമാണ്. അപ്സൈഡിലേക്ക് വരുമ്പോൾ 61.6 എന്ന ലെവലിലും ആദ്യ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് മറികടക്കാൻ സാധിച്ചാൽ 62.8 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. WTI ക്രൂഡിന്റെ ടെക്നിക്കൽസ് നോക്കുമ്പോൾ ആദ്യ സപ്പോർട്ട് 55.8 എന്ന ലെവലിലും തുടർന്ന് 54.7 എന്ന ലെവലിലുമാണ്. മറുവശത്ത് 57.84 ലെവൽ ആദ്യ റെസിസ്റ്റൻസായി കണക്കാക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 58.8 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുന്നതായിരിക്കും. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 0.92% സർവകാല ഉയരത്തിന് സമീപം $4,338.6 ട്രോയ് ഔൺസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US CPI പണപ്പെരുപ്പം ഫോർകാസ്റ്റിന് താഴെ വന്നത് US ഫെഡിന്റെ പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യതയാണ് നൽകുന്നത്. ഇത് US ബോണ്ട് നിക്ഷേപം കുറയാനും കൂടുതൽ നിക്ഷേപം സ്വർണത്തിലേക്ക് വരാനും കാരണമാക്കും. ഇതുകൊണ്ട് തന്നെ സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് അനലിസ്റ്റുകൾ കാണുന്നത്. ഇതുകൂടാതെ US വെനസ്വേല തർക്കവും സ്വർണ്ണവില വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ടുള്ളത് 4254 എന്ന ലെവലിലും തുടർന്ന് 4189 എന്ന ലെവലിലുമാണ്. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ 4387 ആദ്യ റെസിസ്റ്റൻസായും ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 4444 എന്ന ലെവൽ അടുത്ത റെസിസ്റ്റൻസായും നമുക്ക് കണക്കാക്കാം. ഇന്ത്യൻ രൂപ സർവകാല ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് കരുത്താർജിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. USD INR വാരാന്ത്യത്തിൽ 1.1% ഇടിഞ്ഞ് 89.5 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 90.6 എന്ന ലെവലിലും തുടർന്ന് 90.8 എന്ന ലെവലിലുമാണ്. തുടർന്ന് 91.2 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 89.2 എന്ന ലെവലിലാണ് ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഈ ഒരു ലെവൽ മറികടന്നാൽ 88.8 എന്ന ലെവലും തുടർന്ന് 88.6 എന്ന ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. FIകൾ 251.86 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ DIകൾ 12,061.9 കോടി രൂപയുടെ നിക്ഷേപവും ഇതേ കാലയളവിൽ നടത്തി. അടുത്ത വാരം വിപണിയിൽ നിർണായകമാകാൻ പോകുന്ന കണക്കുകൾ M3 മണി സപ്ലൈ, ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ഫോറക്സ് റിസർവ് ഡാറ്റകൾ എന്നിവയാണ്. ഡിസംബർ 24-നാണ് M3 മണി സപ്ലൈ കണക്കുകൾ പുറത്തുവരുന്നത്. ഡിസംബർ 26-എത്തുന്ന ബാങ്ക് ലോൺ ഗ്രോത്ത് ആൻഡ് ഡിപ്പോസിറ്റ് ഗ്രോത്തും വിപണി ഒറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ ബാങ്ക് ലോൺ ഗ്രോത്ത് 11.5%, ഡിപ്പോസിറ്റ് ഗ്രോത്ത് 10.2%. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ഡിസംബർ 26-നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ 19-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.68 ബില്യൺ ഉയർന്ന് $688.94 ബില്യൺ IPO മാർക്കറ്റിലോട്ട് വന്നാൽ അടുത്ത ആഴ്ച ഡിസംബർ 23-ന് KSH ഇന്റർനാഷണൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 1979-ൽ സ്ഥാപിതമായ കമ്പനി മാഗ്നറ്റ് വൈൻഡിംഗ് വയേഴ്സ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 365 രൂപ മുതൽ 384 രൂപ വരെയാണ്. ഡിസംബർ 16-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചത് ഡിസംബർ 18-നാണ്. ഇഷ്യൂയിലൂടെ 710 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. വരുന്ന വാരം ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സബ്സ്ക്രിപ്ഷനും ആരംഭിക്കും. 2019-ൽ സ്ഥാപിതമായ കമ്പനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ സർവീസ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇഷ്യൂയിലൂടെ 250.8 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 108 രൂപ മുതൽ 114 രൂപ വരെയാണ്. ഡിസംബർ 22-ന് ഓപ്പണാകുന്ന സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ഡിസംബർ 24-നാണ്. ഡിസംബർ 30-നാണ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുക. ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് വെള്ളിയാഴ്ച 150 പോയിന്റ് ഉയർന്ന് 0.5% നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. വീക്കിലി ബേസിസിൽ നേരിയ ഇടിവും രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ
മുൻപത്തെ സെഷനിലേക്കാൾ ഇരട്ടി വോളിയം രേഖപ്പെടുത്തിയതും വിക്സ് റെക്കോർഡ് ലോ അടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ടും ബുൾസിന് ആശ്വാസം നൽകുന്ന സിഗ്നൽസ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചാർട്ടിൽ ലോങ് ലോവർ വിക്ക് ഉള്ള ക്യാൻഡിൽ പാറ്റേൺ ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. മൊമെന്റം ഇൻഡിക്കേറ്ററുകളായ RSIയും സ്റ്റൊക്കാസ്റ്റിക് RSIയും പോസിറ്റീവ് ക്രോസ് ഓവർ നടത്തിയതും MACDയിലെ വീക്ക്നെസ് ഫെയ്ഡ് ആകുന്നതും പോസിറ്റീവ് സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കാം. ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് ഹെഡിൽ 26,000 ആണെന്നും ഇത് മറികടന്നാൽ ഷോർട്ട് കവറിംഗ് ഉണ്ടാകുമെന്നാണ് സെൻട്രൽ ബ്രോക്കിംഗ് ഇക്വിറ്റി റിസർച്ച് ഹെഡായ നിലേഷ് ജെയിൻ പറയുന്നത്. മറിച്ച് ഡൗൺ സൈഡിൽ 25,900, 25,800 എന്ന റേഞ്ച് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായും കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഡെയിലി ബേസിസിൽ 156 പോയിന്റ് ഉയർന്ന് 0.27% നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ വീക്കിലി ബേസിസിൽ തുടർച്ചയായ ഇടിവോടെയാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോർമേഷൻ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഇൻഡിസിസീവ് ആണെന്നും ഇൻഡെക്സ് 58,712 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റിലീഫ് റാലി ഉണ്ടായേക്കുമെന്നാണ് അസിറ്റ് സി മെഹ്ത്ത ഇൻവെസ്റ്റ്മെന്റിലെ റിസർച്ച് ഹെഡായ ഹൃഷികേഷ് യദ്വേ പറയുന്നത്. ഇത് ബ്രേക്ക് ചെയ്താൽ 58,450, 58,000 അടുത്ത സപ്പോർട്ട് റേഞ്ചായും അപ്സൈഡിൽ 59,500, 59,600 റെസിസ്റ്റൻസായി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ 25-ന് ആഭ്യന്തര വിപണി അവധിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ 4 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമാണ് ഉണ്ടാകുക. ടെക്നിക്കലി നിഫ്റ്റി ഒരു നിർണായക റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. സപ്പോർട്ട് നിലകൾ നിലനിൽക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷനൊപ്പം ചെറിയ മുന്നേറ്റവും പ്രധാന റെസിസ്റ്റൻസ് പോയിന്റിൽ സമ്മർദ്ദമുണ്ടായാൽ പ്രോഫിറ്റ് ബുക്കിംഗും എക്സ്പെക്ട് ചെയ്യാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഗ്ലോബൽ ക്യൂസ് കൂടാതെ FI ഫ്ലോസ് എന്നിവ പ്രധാന പങ്ക് വഹിക്കുമ്പോൾ വോളറ്റാലിറ്റിയോട് കൂടിയുള്ള റേഞ്ച് ബൗണ്ട് പെർഫോമൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മൈഫിൻ TVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഏതായാലും മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.